لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم ووليك العظيم أن تكفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوسع الأرزاق وتشفي الأسقام وتعافي الآلام وأن تدفع عنا وعن أهل بلدنا وبيتنا هذا السم الناقع والداء القامع والوباء القاطع إنك مجيب سامع وأن تصرف عنا الطاعون والبلاء وتعصمنا من إنزال قهرك والوباء وتحجبنا بنورك من شد عدونا وشد الملعون ومن شد الوباء والطاعون اللهم لا تؤاخذنا بسوء أفعالنا ولا تهلكنا بخطايانا اللهم إنا نسألك أن تعيذنا من عذاب القبر وتؤمننا من الفزع الأكبر وتنجينا عن دار البوار وتسكن الفردوس من دار القرار بحق محمد وآله الأبرار أرحم الراحمين يا رب ഞങ്ങൾ ഓതിയത് നീ ഖബൂൽ ചെയ്യണേ റബ്ബേ അല്ലാഹുവേ സദസ്സിൽ വെച്ചുണ്ടായ നിന്റെ ഹബീബിന്റെ മദ്ഹ് നീ സ്വീകരിക്കണേ അല്ലാഹ് ഓതിയ സൂറത്തുകൾ നീ സ്വീകരിക്കണേ അല്ലാഹ് ഈ സദസ്സിൽ വെച്ച് ചൊല്ലിയ സ്വലാത്തുകൾ നീ സ്വീകരിക്കണേ റബ്ബേ അല്ലാഹുവേ ഈ മുറ്റത്ത് വെച്ച് റബ്ബേ ഹജ്ജ് യാത്രയോട് അനുബന്ധമായി ഉണ്ടായ ഇത്ആം സൽക്കാരം നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ് ഞങ്ങളുടെ ദുആക്ക് നീ ഇജാബത്ത് തരണേ റബ്ബേ അല്ലാഹുവേ ഞങ്ങളുടെ മുഴുവൻ പാപങ്ങളും നീ പൊറുത്തു തരണേ അല്ലാഹ് ഞങ്ങളുടെ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടാൻ ഈ സദസ്സ് നീ കാരണമാക്കണേ റബ്ബേ അല്ലാഹുവേ വീട്ടിൽ നിന്ന് ഹജ്ജിന് പോകുന്നവരുടെ പാപങ്ങളൊക്കെ നീ പൊറുത്തു കൊടുക്കണേ അല്ലാഹ് അവരെയും ഞങ്ങളെയും നീ ദോഷത്തിൽ നിന്ന് ശുദ്ധരാക്കണേ റബ്ബേ അല്ലാഹ് അവരുടെ ഹജ്ജ് യാത്ര നീ ഖബൂൽ ചെയ്യണേ റബ്ബേ ഞങ്ങളുടെ ഹജ്ജ് യാത്ര നീ ഖബൂൽ ചെയ്യണേ അല്ലാഹുവേ അവരുടെ യാത്ര നീ എളുപ്പമാക്കണേ റബ്ബേ ഈ കൊല്ലത്തെ മുഴുവൻ ഹാജിമാരുടെയും ഹജ്ജ് യാത്ര നീ എളുപ്പമാക്കണേ അല്ലാഹ് യാത്രയിലെ പ്രതിസന്ധികളൊക്കെ നീ നീക്കം ചെയ്യണേ റബ്ബേ അല്ലാഹുവേ യുദ്ധഭൂതികളിൽ നിന്ന് നീ ഹജ്ജ് യാത്രകളെ രക്ഷപ്പെടുത്തണേ അല്ലാഹുവേ ഈ വർഷത്തെ ഹജ്ജ് സുരക്ഷിതമായ ഹജ്ജാക്കണേ അല്ലാഹുവേ ശത്രുക്കളുടെ വഞ്ചനകളിലും ചതികളിലും അകപ്പെടുന്ന ഹജ്ജാക്കി മാറ്റരുത് അല്ലാഹ് കലാപങ്ങളുള്ള ഹജ്ജാക്കല്ല റബ്ബേ സമാധാനപൂർണമായ ഹജ്ജാക്കണേ അല്ലാഹ് കാലാവസ്ഥ നീ അനുകൂലമാക്കി തരണേ റബ്ബേ അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഹജ്ജിന് പോകുന്നവർ ഈ വീട്ടുകാരടക്കമുള്ളവർ റബ്ബേ അല്ലാഹുവേ അവരുടെ ഹജ്ജ് നീ മബ്റൂറാക്കണം അല്ലാഹ് ഉംറ നീ മബ്റൂറാക്കണേ റബ്ബേ സിയാറത്ത് നീ മഖബൂലത്തും മർദിയത്തുമാക്കണേ അല്ലാഹ് അല്ലാഹുവേ ഈ വർഷത്തെ അറഫയിലെ അതിഥിയായി നിൽക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ് നൽകണേ റബ്ബേ അവരുടെ ദുആക്ക് നീ ഇജാബത്ത് നൽകണേ അല്ലാഹ് റബ്ബുൽ ആലമീനായ അല്ലാഹുവേ അവർ പോയി തിരിച്ചു വരുന്നതിന്റെ ഇടക്കായി അല്ലാഹുവേ അവരുടെ വീട് റബ്ബനാ ഹജ്ജ് യാത്രികരുടെ സമ്പത്ത് അല്ലാഹുവേ അവരുടെ മക്കൾ അവരുടെ ജോലി അല്ലാഹുവേ അവരുടെ ഏർപ്പാടുകൾ റബ്ബനാ അവരുടെ ബിസിനസ്സുകൾ അർഹമുർ റഹീമീനായ റബ്ബേ അവരുടെ സമ്പത്ത് അവരുടെ വാഹനം അല്ലാഹുവേ അവരുടെ മക്കൾ അല്ലാഹ് എല്ലാത്തിലും നീ കാവൽ നൽകണേ റബ്ബേ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ റബ്ബേ ഇവയിലൊന്നും കാണാനോ കേൾക്കാനോ ഇഷ്ടപ്പെടാത്തതൊന്നും നീ വരുത്തരുത് അല്ലാഹ് നീ കാക്കണം അല്ലാഹ് റബ്ബേ ഹജ്ജ് കഴിഞ്ഞ് നാട്ടിലും കുടുംബത്തിലും വന്ന് ചേരാൻ അവർക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ ഈ വർഷത്തെ മുഴുവൻ ഹാജിമാരുടെയും ഹജ്ജ് നീ ഖബൂലാക്കണേ അല്ലാഹ് അല്ലാഹുവേ വർഷത്തെ മുഴുവൻ ഹാജിമാരുടെയും ഹജ്ജ് നീ മബ്റൂറാക്കണേ റബ്ബേ അല്ലാഹുവേ കാലാവസ്ഥ അനുകൂലമാക്കണം അല്ലാഹ് കൂട്ടമായ മരണങ്ങളിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ് അപ്പനായി നീ സദസ്സിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം തരണേ റബ്ബേ അല്ലാഹുവേ നിന്റെ അതിഥികളായി അറഫയിൽ എത്തിച്ചേരാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്
കുറിച്ച് പറഞ്ഞല്ല, ക്യാൻസർ വന്നു, ഓപ്പറേഷൻ കഴിഞ്ഞു, 4ാമത്തെ സ്റ്റേജാണ്. ശരീരത്തിൽ നിന്ന് പല ഭാഗങ്ങളും കട്ട് ചെയ്ത് നീക്കം ചെയ്തു വന്ന റബ്ബേ സുഖപ്പെടുത്തണേ അല്ലാഹ്. പടച്ച റബ്ബേ അത്തരം രോഗം ഞങ്ങൾക്ക് ആർക്കും നീ വിധിക്കല്ല റബ്ബേ. സ്ട്രോക്ക് വന്നവരുണ്ട്, സുഖപ്പെടുത്തണേ റബ്ബേ. ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഈ മഹല്ലിലും രോഗികളുണ്ട്, നീ ശിഫയാക്കണേ അല്ലാഹ്, സുഖപ്പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ മഴ തരണേ അല്ലാഹ്, ചൂട് ലഘൂകരിക്കണേ റബ്ബേ, മഴ തരണേ അല്ലാഹ്, മഴ തരണേ റബ്ബേ. ഞങ്ങൾ ചെയ്യുന്ന തെറ്റുകാരണം റബ്ബേ ഞങ്ങൾക്കിടയുള്ള ജീവജാലങ്ങളെയും വെള്ളം കൊടുക്കാതെ നീ ശിക്ഷിക്കല്ല റബ്ബേ. റഹ്മുർ-റഹീമീനായ റബ്ബേ ഞങ്ങളോട് നീ കരുണ കാണിക്കണമല്ലാ. ഈ വീട്ടിലും കുടുംബത്തിലും ബർക്കത്ത് ചെയ്യണേ റബ്ബേ. അല്ലാഹു ഈ വീട്ടിലും കുടുംബത്തിലും ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അപ്പനാ ഞങ്ങളുടെ സുദ്ദീഖായുടെയും അവരുടെ മാതാപിതാക്കളുടെയും എല്ലാ മുറാദുകളും നീ ഹസ്സലാക്കണേ അല്ലാഹ്. എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. റബ്ബന കടങ്ങളുള്ളവരുടെ കടങ്ങളിൽ നിന്നവരെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ റബ്ബേ. ആൺമക്കൾ ആഗ്രഹിക്കുന്നവർക്ക് ആൺമക്കളെ കൊടുക്കണം അല്ലാഹ്. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. നല്ലൊരു സദസ്സാണല്ലോ. ഞാൻ ദീർഘമായി ഒന്നും ദ്വാരക്കില്ല. ഉസ്താദ് ഇൻഷാ അല്ലാഹ് മക്കളുണ്ട്, അവസാനം ദ്വാരക്കും. ഇതൊരു വല്ലാത്ത സദസ്സാണ്. പല ആദിത്യ സൽക്കാരം നടക്കാറുണ്ടല്ലോ. ഇത് റബ്ബിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ച് അള്ളാഹുവിന്റെ അതിഥികളായി പോകുന്ന ആളുകൾ അവരുമായി ബന്ധപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ല സൽക്കാരാണ്. മുത്തനബി പറഞ്ഞത് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസം ഉണ്ടെങ്കിൽ അതിഥിയെ ആദരിക്കട്ടെ. ആതിഥ്യം റബ്ബിനത്ര വലിയ ഇഷ്ടമാണ്. അത് റബ്ബിന്റെ പേരിൽ മാത്രമാകുമ്പോഴോ പിന്നെ പറയണ്ടല്ലോ. ഇപ്പൊ ഇജാബത്തുള്ള സദസ്സാണ്. നിങ്ങൾക്കൊക്കെ പല മുറാദും മനസ്സിലുണ്ടാവില്ലേ? ഒരു 33 വട്ടം നമ്മൾ അല്ലാഹ് വിളിക്കും. ഓരോ അല്ലാഹ് വിളിക്കണം. നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം അത് റബ്ബിനോട് ഏറ്റു പറയണം. അതന്നെയാണ് നമ്മൾ ദുആ. ഭക്ഷണം കഴിക്കാത്തവരൊക്കെ ഭക്ഷണം നന്നായി കഴിച്ചിട്ടേ പോകാവൂ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താൻ ഇൻഷാ അല്ലാഹ്. ഉസ്താദിൻ്റെയും മക്കളെയും ദുആയൊക്കെ ഉണ്ടാവില്ലൊക്കെ പങ്കെടുക്കണം. ഞാൻ വേഗം പോകണം. എന്തിനറിയും? പെട്ടി വരെ ഞാൻ പോയിട്ട് വേണം കെട്ടാൻ. പെട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പാസ്പോർട്ടില്ലാതെ യാത്ര ചെയ്യാൻ പറ്റില്ലല്ലോ. പാസ്പോർട്ട് മറന്ന് എയർപോർട്ടിൽ പോയ അനുഭവമുണ്ട്. പഴയ പാസ്പോർട്ട് ആയിട്ട് പോയിട്ടുണ്ട്. തിരക്കിൽ പാസ്പോർട്ട് എടുത്ത് പോയപ്പോൾ ക്യാൻസലായി, പേജൊക്കെ തീർന്ന് ക്യാൻസൽ അടിച്ച പാസ്പോർട്ട് ആയിട്ടാണ് പോയത്. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് മടങ്ങിയ അനുഭവമുണ്ട്. അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ കാര്യം റെഡിയാക്കാൻ പറ്റില്ല എന്ന് കരുതിയിട്ടാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ദർസിലെ മക്കളുടെ ദ്വാരയോട് പങ്കെടുത്തിട്ട് പോകാനാണ്. പക്ഷേ ഉസ്താദിനെ കൂട്ടുന്ന ഞാൻ വിചാരിക്കണം. ഞാൻ എല്ലാവരും കൂട്ടൂലേ കൂട്ടും. നമ്മളെ മക്കളെയും കൂട്ടണേ. ഒരു ഇൽമ പഠിക്കാം. ഒരു പാവം മക്കളാണ്. ഒരു നന്നായി പഠിച്ചു വരാൻ ഉസ്താദിന്റെ മക്കളെ കൂട്ടത്തിൽ ദ്വാരക്കണ കൂട്ടത്തിൽ നമ്മളെ മക്കളെയും കൂടി ഉൾപ്പെടുത്തണം. അല്ലാഹു തആല ഈ മഹല്ലിനെ റബ്ബ് അനുഗ്രഹിക്കട്ടെ. ഖൈറുൽ അസ്മാഇ അല്ലാഹ് മാത്രമേ ഖൽബിലുണ്ടാകാവേ. പിന്നെ നിങ്ങളൊക്കെ മുഹമ്മദ് ഖാനോട് സിദ്ദീഖാനോട് ആമിനത്താത്താനോടൊക്കെ ദുആ ചെയ്യാൻ നിങ്ങൾ നന്നായി പറയണം. എന്താ പറയുക? അൽ ഹുജ്ജാജു വൽ ഉമ്മാറു വഖ്തുല്ലാ. ഹജ്ജിന് പോകുന്നവർ ഉംറക്ക് പോകുന്നവർ അള്ളാഹുവിൽ നിവേദനം സമർപ്പിക്കാൻ പോകുന്ന ആളുകളാണ്. ഞാൻ പറയട്ടെ, വെളിയമ്പറയിൽ മോഡി ഒരാളെ വിളിച്ചിട്ടുണ്ട്. വെളിയമ്പറക്കാർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അതൊക്കെ ആ മെമ്മോറാണ്ടൊക്കെ ആയിട്ട് വരാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ എല്ലാവരും അയാളെ അടുത്ത് പോയിട്ട് മെമ്മോറാണ്ടം സമർപ്പിക്കൂലേ? മോഡിക്ക് കൊടുക്കാൻ, പ്രധാനമന്ത്രിക്ക് കൊടുക്കാൻ. ഇത് അള്ളാഹുവിൽ നിവേദനം സമർപ്പിക്കാൻ പോകണമല്ല. അതുകൊണ്ട് നിങ്ങൾ ഓരോട് നന്നായി ദുആ കൊണ്ട് വസീയത്ത് ചെയ്തോളൂ. നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അറഫയിൽ വെച്ചോളൂ. ദുആക്കും അല്ലാഹു ഇതിന് തൗഫീഖ് ചെയ്യട്ടെ. ഖൈറുൽ അസ്മാഇ ഫിൽ അർളി വസ്സമാ അല്ലാഹ് അല്ലാഹ് അല്ലാഹ്
യാമിനത്താത്താനെ സിദ്ധിയാക്കാനൊക്കെ പോയി വരുമ്പോൾ ഇതിനേക്കാളും ആരോഗ്യത്തോടെ കാണാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ഒരാളെയും അള്ളാഹു നമ്മളെ കൂട്ടത്തിൽ നിന്ന് മരിപ്പിക്കാതിരിക്കട്ടെ. പ്രത്യേകം ദ്വാരക്കണം. ബാക്കി കാര്യമൊക്കെ ഉസ്താദ് പറയും. ഞാൻ വല്ലാണ്ട് പോവും. നിങ്ങൾ എന്നോട് ദ്വാരക്കാൻ പറയണമെന്നില്ല, എല്ലാവർക്കും ദ്വാരക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. അറഫയെ ഓർമ്മാക്കാനും സിദ്ധിക്കാനും ഏൽപ്പിക്കുകയും ചെയ്തില്ലേ. അപ്പോൾ ഉസ്താദിനോട് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ടെൻഷനാണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.